നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു. 52.6 3 മണിവരെയുള്ള പോളിംഗ്. ബംഗാളിലും ആന്ധ്രയിലും വ്യാപക അക്രമമുണ്ടായി. പാനൂർ വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ച കോടതി വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 10 വർഷം തടവും പിഴയും കോടതി വിധിച്ചു. ഇന്നത്തെ പ്രധാന വാർത്ത ആയി മാറുന്നു ഇത്. CBSE +2 10ാം ക്ലാസ് ഫലങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തിന് തിളക്കമാർന്ന നേട്ടമുണ്ടായി. രാജ്യസഭാ സീറ്റിൽ കേരള കോൺഗ്രസ് അവകാശവാദം ഉന്നയിച്ചതിന് പിന്നാലെ സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടത് എന്ന വാദവുമായി CPIയും രംഗത്തെത്തിയിരിക്കുന്നു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴ മുന്നറിയിപ്പ്. ഇക്കുറി കാലവർഷം നേരത്തെ എത്തിയേക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. ഇന്ന് സംഭവിച്ചതിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമ്മൾ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വിധിയെഴുത്ത് എങ്ങനെ പുരോഗമിക്കുന്നു എന്നതിലേക്കാണ്. 4ാം ഘട്ട വിധിയെഴുത്ത് പുരോഗമിക്കുന്നു. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ആന്ധ്രയിലും ബംഗാളിലും വ്യാപകമായി സംഘർഷം റിപ്പോർട്ട് ചെയ്തു. ബംഗാളിലെ കേതുഗ്രാമിൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ആക്രമണത്തിന് പിന്നിൽ CPIM എന്ന് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചു. 10 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും അടക്കം 96 മണ്ഡലങ്ങളാണ് ഇന്ന് വിധിയെഴുതുന്നത്. 3 മണിവരെ 52.6% പോളിംഗ് രേഖപ്പെടുത്തി. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഭേദപ്പെട്ട പോളിംഗ് എന്ന തരത്തിലേക്ക് നമുക്ക് 4ാം ഘട്ട പോളിംഗിനെ ഇതുവരെയുള്ള കണക്ക് വെച്ച് വിലയിരുത്താൻ കഴിയുമോ? കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതുപോലെ തന്നെ ബംഗാളിലൊക്കെ ഇക്കുറിയും മികച്ച പോളിംഗ്. അതിലെടുത്തു പറയാവുന്ന ഒന്ന് ശ്രീനഗറിലെ പോളിംഗ് ആണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീനഗറിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരം റെക്കോർഡ് പോളിംഗ് എന്ന കണക്കും പുറത്തു വരുന്നുണ്ടല്ലോ. നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, ഈ കഴിഞ്ഞ 3 ഘട്ടങ്ങളെ താരതമ്യം ചെയ്യുമ്പോൾ അത്രമേൽ വലിയൊരു പോളിംഗ് ആണോ രേഖപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ അല്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് 4ാം ഘട്ടത്തിലും ഇതുവരെ 3 മണിവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 52.6%. ഇനി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം ഈ 3 മണിവരെ ഉള്ള കണക്കുകൾ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. അവിടെ 66.5% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ 48.41%, തെലങ്കാനയിൽ 52.34%, ഒഡീഷയിൽ 52.91%, മഹാരാഷ്ട്രയിൽ 42.35%, മധ്യപ്രദേശിൽ 59.63%, ജമ്മു ആൻഡ് കാശ്മീരിൽ 29.93% എന്ന രീതിയിലാണ് ഈ 3 മണിവരെയുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊന്ന് ശ്രീനഗർ. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. കനത്ത സുരക്ഷയുടെ പശ്ചാത്തലത്തിലാണ് ശ്രീനഗറിലെ പോളിംഗ് ബൂത്തുകളിൽ ഈ പോളിംഗ് പുരോഗമിക്കുന്നത്. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ നല്ലൊരു പോളിംഗ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. മറ്റൊന്ന്, ഈ ആന്ധ്രയിലും ബംഗാളിലും ഈ പോളിംഗുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുണ്ടായി. ബംഗാളിലാകട്ടെ തൃണമൂൽ പ്രവർത്തകൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആന്ധ്രയിലെ ഗുണ്ടൂരിൽ ഈ വോട്ട് ചെയ്യാൻ വന്ന വോട്ടർമാരെ YSR കോൺഗ്രസ് പാർട്ടിയുടെ MLA മർദ്ദിക്കുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നൊരു ഘട്ടമുണ്ടായി. എന്തായാലും അതൊഴിച്ച് ആ അനിഷ്ട സംഭവങ്ങൾ മാറ്റി നിർത്തിയാൽ മറ്റുള്ള ഇടങ്ങളിൽ അവിടെ ഈ അന്തരീക്ഷം ഇത്തരത്തിൽ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷമല്ല ഉള്ളത്. മറിച്ച് പോളിംഗ് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും ഇനിയും 2 മണിക്കൂർ ബാക്കിയുണ്ട്. ആ 2 മണിക്കൂറിലെ സ്ഥിതി എന്താകുമെന്നുള്ളതെല്ലാം കാത്തിരിക്കേണ്ടതാണ്. നല്ലൊരു പോളിംഗ് ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ വരുന്ന മണിക്കൂറുകളിൽ വ്യക്തമാകും. 96 മണ്ഡലങ്ങളാണ് ഈ 4ാം ഘട്ടത്തിൽ വിധി എഴുതുന്നത്. ഇതിലേതാണ്ട് 1717 സ്ഥാനാർത്ഥികളുണ്ട്, പ്രമുഖരുമുണ്ട്. അഖിലേഷ് യാദവ് ഈ ഘട്ടത്തിലാണ് മത്സരിക്കുന്നത്. അതുപോലെ കൃഷ്ണനഗറിൽ മഹുവ മൊയ്ത്രയുണ്ട്, അർജുൻ മുണ്ടയുണ്ട്. അങ്ങനെയുള്ള പ്രമുഖ നേതാക്കൾ കൂടി ഈ ഘട്ടത്തിൽ മത്സരിക്കുകയാണ്. അപ്പോൾ എന്താകും സ്ഥിതി എന്നതെല്ലാം ഈ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം അതിൻ്റെ അവസാന ഘട്ട പോളിംഗ് ശതമാനം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അനുജ.
52.6% എന്നതാണ് 3 മണിവരെയുള്ള പോളിംഗ്. 4ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ സംഘർഷത്തിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോഴും ജനാധിപത്യത്തിന്റെ കരുത്ത് വിളിച്ചോതുന്ന ഒരു ദൃശ്യം ആന്ധ്രാപ്രദേശിൽ നിന്ന് ഇന്ന് വന്നിട്ടുണ്ട്. ആ ദൃശ്യം ഒന്ന് കാണാം. പ്രായമേറിയ സ്ത്രീയെ ദുർഘടമായ പാതയിലൂടെ തോളിൽ ചുമന്ന് വോട്ട് ചെയ്യിക്കാൻ കൊണ്ടുപോകുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം കൂടി വിളിച്ചോതുന്ന ഒരു ദൃശ്യമാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നത്. ഇന്ന് സംഭവിച്ച മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത, CBSE 10-12 ക്ലാസ് പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 10ാം ക്ലാസ്സിൽ 93.6% വിജയം, +2-ൽ 87.98% വിജയം. തിരുവനന്തപുരം മേഖല തിളക്കമാർന്ന വിജയം നേടി. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി. ബൽറാം, ഇന്നിപ്പോൾ അതായത് +2-ഉം 10ാം ക്ലാസ്സും രണ്ടിൻ്റെയും ഫലപ്രഖ്യാപനമാണ് ഉണ്ടായിട്ടുള്ളത്. പൊതുവെ വിജയ ശതമാനത്തിലൊക്കെ നേരിയ വർധനയുണ്ടായിട്ടുണ്ട്, അത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് എന്നതാണോ വിലയിരുത്തൽ? വിവരങ്ങൾ എങ്ങനെയാണ്? CBSEയുടെ 10ാം ക്ലാസ് +2 പരീക്ഷാ ഫലങ്ങൾ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 10ാം ക്ലാസ് പരീക്ഷയിൽ കഴിഞ്ഞ ഈ വർഷം 22,38,827 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 20,95,467 വിദ്യാർത്ഥികളും വിജയിച്ചു എന്നാണ് CBSE അറിയിക്കുന്നത്. 93.6% ഇത്തവണത്തെ വിജയ ശതമാനം എന്നുള്ളത്. കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനത്തെക്കാൾ നേരിയ വർധനവ്, അതായത് 0.48% വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടികൾ തന്നെയാണ് ആൺകുട്ടികളെക്കാൾ മികച്ച പ്രകടനം ഇത്തവണയും CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. മേഖലകളിൽ തിരുവനന്തപുരം ആധിപത്യം നിലനിർത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ വിജയ ശതമാനം 99.75%. തൊട്ടു പിന്നിൽ തന്നെ വിജയവാഡ 99.6%, ചെന്നൈ 99.3%. ആദ്യ 4 സ്ഥാനങ്ങളും ദക്ഷിണേന്ത്യൻ മേഖലയിൽ നിന്നുള്ളവർക്ക് ഉള്ള മേഖലകൾക്ക് തന്നെയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. +2 പരീക്ഷയിൽ സമാനമായി ഇത്തവണ 87.98% വിജയ ശതമാനം. കഴിഞ്ഞ തവണത്തെക്കാൾ 0.65% വർധനവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. പെൺകുട്ടികളുടെ തന്നെയാണ് +2 പരീക്ഷയിൽ ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നത്. ആൺകുട്ടികളെക്കാൾ 6.4% കൂടുതൽ വിജയം പെൺകുട്ടികൾ കൈവരിച്ചിരിക്കുന്നു ഇത്തവണ +2 പരീക്ഷയിൽ. മേഖലകളെ സംബന്ധിച്ച് തിരുവനന്തപുരം ആധിപത്യം നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. +2 പരീക്ഷയിലും തിരുവനന്തപുരം മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിരിക്കുന്നു. 99.91% വിജയം തിരുവനന്തപുരം മേഖലയ്ക്കും വിജയവാഡയ്ക്ക് 99.04%, ചെന്നൈ 98.47% വിജയം കൈവരിച്ചിരിക്കുന്നത്. മികച്ച രീതിയിൽ പരീക്ഷ നടത്താനും ഒപ്പം തന്നെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന അതിന് സമാനമായി തന്നെ ഫലം പ്രഖ്യാപിക്കാനും കഴിഞ്ഞു എന്നാണ് CBSE അറിയിക്കുന്നത്. അനുജ, CBSE 10-12 പരീക്ഷാഫലം പ്രഖ്യാപിക്കുമ്പോൾ അതിൽ തിരുവനന്തപുരം മേഖലയ്ക്ക് തിളക്കമാർന്ന വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരികെ ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. കണ്ണൂർ പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം വീട്ടിൽ അതിക്രമിച്ചു കയറിയതിന് 10 വർഷം തടവും അനുഭവിക്കണം. 2.25 ലക്ഷം പിഴയൊടുക്കണമെന്നും തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി വിധിച്ചു. പ്രണയപ്പകയെ തുടർന്ന് 2022 ഒക്ടോബർ 22 നാടിനെ നടുക്കിയ കൊലപാതകം. വിധിയിൽ സന്തോഷമെന്ന് വിഷ്ണുപ്രിയയുടെ സഹോദരി നിറകണ്ണുകളോട് പറഞ്ഞു. വിധി സന്തോഷകരമാണ്, പ്രോസിക്യൂഷനെ സംബന്ധിച്ച് സന്തോഷകരമാണ്. ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കാൻ പറ്റിയെന്നതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. ഏതായാലും ആ ഒരു നല്ലൊരു സന്ദേശം തന്നെ സമൂഹത്തിന് കോടതി നൽകിയിട്ടുണ്ട്. 302 വകുപ്പ് പ്രകാരം ലൈഫാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു വീട്ടിൽ കയറി ഇത്ര വലിയ ക്രൂരമായ കൃത്യം ചെയ്ത നിലയിൽ IPC 449 പ്രകാരം 10 വർഷവും തടവ് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ പിഴയുമുണ്ട്. ജീവപര്യന്തം കിട്ടിയത് സന്തോഷം. ഇനിയൊന്ന് തിരിച്ചു വന്ന് കാണാനാവില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല.
എല്ലാവരും നല്ലോണം ചെയ്തിന്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. സജോ ദേവസ്യ വിശദാംശങ്ങളുമായി. സജോ, ദൃക്സാക്ഷികളില്ലാത്തൊരു കൊലപാതകം, അതിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഒക്കെയാണ് പൂർണ്ണമായും കോടതിക്ക് ആധാരമാക്കേണ്ടി വന്നത്. ഇതിൽ വിധിയുടെ വിശദാംശങ്ങൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് അതിൽ വ്യക്തമാക്കുന്നത്? അനുജ, വിധിയുടെ പൂർണ്ണ വിശദാംശങ്ങൾ ലഭ്യമാകാൻ അല്പസമയം കൂടി എടുക്കും. ഇതിലിപ്പോൾ ഈ കേസിനെ സംബന്ധിച്ച് പ്രോസിക്യൂഷനും ഒപ്പം കൊല്ലപ്പെട്ട വിഷ്ണുപ്രിയയുടെ കുടുംബാംഗങ്ങളും സംതൃപ്തി പ്രകടിപ്പിക്കുകയാണ്. 2 ചാർജുകളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്. 1 കൊലക്കുറ്റം, 2 വീടിനകത്ത് അതിക്രമിച്ച് കിടക്കൽ. അതിൽ കൊലക്കുറ്റത്തിന് ജീവപര്യന്തം തടവാണ്, ജീവപര്യന്തം കഠിന തടവാണ്. ജീവപര്യന്തം എന്നത് ഇവിടെ വിവക്ഷിക്കുന്നത് ജീവിതാവസാനം വരെയുള്ള തടവ് എന്നതാണ്. ഇളവിന് വേണ്ടി പിന്നീട് കോടതിയെ സമീപിക്കേണ്ടിയായിരിക്കും വരിക. മറ്റൊന്ന്, അതിക്രമിച്ച് കിടക്കലിന് 10 വർഷം തടവാണ്. 2 ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും. 2.25 ലക്ഷം രൂപ പിഴയും അടയ്ക്കണം. പിഴത്തുക അടച്ചില്ലെങ്കിൽ കൂടുതൽ അതിന് അനുസൃതമായ കാലയളവ് തടവ് അനുഭവിക്കുകയും വേണം. വിഷ്ണുപ്രിയയുടെ കുടുംബവും ഒപ്പം പ്രോസിക്യൂഷനും വിധിയിൽ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഈ കേസിൽ നേരത്തെ പ്രോസിക്യൂഷന്റെ വാദമുഖങ്ങളോടൊപ്പം ഈ കേസിൽ ശാസ്ത്രീയ തെളിവുകളെയാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ ആശ്രയിച്ചത്. അത് മികച്ച രീതിയിൽ തന്നെ അവർക്ക് കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞു. മറ്റൊന്ന്, നേരിട്ടുള്ള ദൃക്സാക്ഷികൾ ഈ കേസിൽ ഇല്ല എന്നൊരു കാര്യമുണ്ട്. ഈ കേസ് സാധാരണഗതിയിൽ നിഷ്ഠൂരമായൊരു ക്രൂരകൃത്യം തന്നെയാണ്. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവം എന്ന് തെളിയിക്കുന്നതിന് അതിൻ്റേതായ ചില ഗ്രൗണ്ടുകൾ കൂടി സ്വാഭാവികമായും വേണ്ടിവരും. കേസുകളിൽ സുപ്രീം കോടതി വധശിക്ഷ സംബന്ധിച്ച് കൃത്യമായ മാർഗ്ഗനിർദ്ദേശവും മാനദണ്ഡവും സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിധിക്കകത്ത് നിന്നുള്ള ഒരു വിധി എന്ന നിലയ്ക്ക് കൂടിയും വിലയിരുത്തേണ്ടി വരും. സാധാരണഗതിയിൽ വിചാരണ കോടതിയിൽ വധശിക്ഷകൾ വിധിക്കുമ്പോൾ പിന്നീട് മേൽക്കോടതിയിൽ നിന്ന് അത് ലിഫ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. ഒരുപക്ഷേ നിയമപരമായൊരു ഗ്രൗണ്ട് ചില ഘട്ടങ്ങളിൽ വിചാരണ കോടതിയിൽ വൈകാരികതയ്ക്ക് കൂടി പ്രസക്തി ലഭിക്കാറുണ്ട്, പ്രാധാന്യം ലഭിക്കാറുണ്ട്. മേൽക്കോടതികളിൽ പക്ഷേ അത് നിൽക്കാറുമില്ല. അതുകൊണ്ട് ഇത് കുറെ കൂടി നിയമപരമായ പരിധിക്കകത്ത് നിന്നുകൊണ്ടുള്ള വിധി എന്ന നിലയ്ക്ക് കൂടി വിലയിരുത്തേണ്ടതുണ്ട്. 2022 ഒക്ടോബർ 22 വിഷ്ണുപ്രിയ വീടിനകത്ത് വെച്ച് അതിക്രൂരമായി കൊല്ലപ്പെടുന്നത്. പ്രതി മാനന്തേരി സ്വദേശിയായ ശ്യാംജിത്ത് വീടിനകത്ത് അതിക്രമിച്ച് കയറി ചുറ്റുകൊണ്ട് തലക്കടിച്ച് വീഴ്ത്തി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പ്രതി കുറ്റബോധമോ ഏതെങ്കിലും ഒരു മാനസാന്തരത്തിന്റെ സ്വഭാവമോ മറ്റോ ഒരിക്കലും പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളും നടത്തുകയും ചെയ്തു. തനിക്ക് ജീവപര്യന്തം കിട്ടിയാൽ 14 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങി സുഖമായി ജീവിക്കണം എന്ന നിലയ്ക്കൊക്കെയുള്ള പരാമർശങ്ങൾ ഒക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായി പരിഗണിക്കേണ്ടത് നേരിട്ടുള്ള ദൃക്സാക്ഷികളില്ല. അങ്ങനെ നേരിട്ടുള്ള ദൃക്സാക്ഷികളില്ലാത്തൊരു കേസിനെ ശാസ്ത്രീയ തെളിവുകളെ മാത്രം ആശ്രയിച്ച് പ്രോസിക്യൂഷന് കോടതിയിൽ ഫ്രെയിം ചെയ്യാൻ പറ്റി. അതിൽ അനുകൂലമായ വിധി സമ്പാദിക്കാൻ കഴിഞ്ഞു. കുറ്റക്കാരനാണെന്ന് തെളിയിക്കുകയും ജീവപര്യന്തം തടവ് സാധാരണഗതിയിൽ അപൂർവമായ ഗ്രൗണ്ട് അല്ലാത്തപ്പോഴൊക്കെ പ്രസ്താവിക്കുമ്പോഴും ഒരു കൂസലില്ലാത്ത പ്രതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഒപ്പം പ്രതിഭാഗം പറയുന്നത് എന്താണ്? അവർ അപ്പീലിന് പോകുന്നുണ്ടോ? അനുജ, വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷമായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നാണ് പ്രതിഭാഗം പറഞ്ഞത്. നേരത്തെ പ്രതിഭാഗം വാദിച്ചിരുന്നത് പ്രതിയുടെ പ്രായം പരിഗണിക്കണം, ഒപ്പം ഇതിൽ ദൃക്സാക്ഷി മൊഴി ഇല്ല, നേരിട്ടുള്ള ദൃക്സാക്ഷി മൊഴി ഇല്ല എന്നത് പരിഗണിക്കണം, പ്രതിയുടെ പ്രായം പരിഗണിക്കണം, ഒപ്പം പ്രോസിക്യൂഷൻ സാക്ഷികൾ എന്നത് പ്രോസിക്യൂഷൻ തന്നെ ഫ്രെയിം ചെയ്ത സാക്ഷികളാണ് എന്ന നിലയ്ക്കായിരുന്നു വാദിച്ചിരുന്നത്. അത് ഈ വിധിപ്പകർപ്പിൽ കൂടി വിശദമായി പരിശോധിച്ചാൽ മാത്രമേ എന്തെല്ലാം കാര്യങ്ങളാണ് കോടതി പരിഗണിച്ചത് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഏതെങ്കിലും നിലയ്ക്ക് പ്രോസിക്യൂഷന് തിരിച്ചടി എന്ന് ഈ ഘട്ടത്തിൽ വിലയിരുത്താനേ കഴിയില്ല. കാരണം ഇത്തരം കേസുകളിലെ പൊതുവിൽ നമ്മൾ വൈകാരികമായി വിലയിരുത്തുന്നത് കൊണ്ടാണ് പലപ്പോഴും അതിലൊരു പ്രതീക്ഷാഭംഗം ചിലർക്കെങ്കിലും ഒക്കെ ഉണ്ടാവുക. ഈ കേസിനെ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ പൊതുവെ ഇത്തരം കേസുകളിൽ പരമാവധി ശിക്ഷ എന്ന വാദമുഖമായിരിക്കും നിരത്തുക. അത് പക്ഷേ ആ ശിക്ഷയിലേക്ക് തന്നെ എത്തും എന്ന പ്രതീക്ഷയോടുകൂടി ആയിരിക്കില്ല എന്നതുകൂടി കാണേണ്ടതുണ്ട്. ഈ കേസിനെ സംബന്ധിച്ച് അതിനിഷ്ഠൂരമായ കൊലയാണ്, കേരളം നടുങ്ങിയൊരു കൊലയാണ്. പ്രണയപ്പക എന്നൊരു കാരണത്തിന്റെ പേരിൽ മാത്രം പ്രതി ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്ത് വിപുലമായ ആസൂത്രണം നടത്തി അതിനുവേണ്ടി മാനസികമായി ഒരുങ്ങി നടത്തിയ ഒരു കൊലയാണ്. ആ കേസിൽ വളരെ വേഗത്തിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞു, വിചാരണയും വളരെ വേഗത്തിൽ പൂർത്തിയായി. ആ കേസിൽ മാതൃകാപരമായ ഒരു ശിക്ഷയിലേക്ക് എത്താൻ കഴിഞ്ഞു എന്ന നിലയ്ക്ക് തന്നെ ഈ ഘട്ടത്തിൽ വിലയിരുത്തണം. മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നത് വിധിപ്പകർപ്പ് വിശദമായി പഠിച്ചാൽ കോടതി എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടോ എന്നതിലൊരു വ്യക്തത ആ ഘട്ടത്തിൽ മാത്രമേ വരികയുള്ളൂ. പാനൂർ വിഷ്ണുപ്രിയ കൊലക്കേസിലാണ് പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം തടവ്, അത് ജീവിതാവസാനം വരെ എന്ന തരത്തിലേക്കൊപ്പം തന്നെ 10 വർഷം തടവ്, അത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ളതാണ്. പിഴയും ശിക്ഷയുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇതിന്റെ വിധിപ്പകർപ്പ് ലഭിക്കുമ്പോൾ മാത്രമേ നമുക്കറിയാൻ കഴിയൂ. ഇന്നത്തെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്ത, രാജ്യസഭാ സീറ്റിന് ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കം തുടരുന്നു എന്നതാണ്. ജയിക്കാൻ കഴിയുന്ന 2 സീറ്റിൽ ഒരെണ്ണം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് CPIയും കേരള കോൺഗ്രസ് എമ്മും ഒരേപോലെ അവകാശപ്പെടുകയാണ്. CPIക്ക് അവകാശപ്പെട്ട സീറ്റ് CPIക്ക് തന്നെ ലഭിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. വിവാദത്തിനും ബഹളം വയ്ക്കലിനും ഇല്ലെന്നും പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. നിങ്ങൾ ഈ കാണിക്കുന്ന ഒരു ഓവർ ആങ്സൈറ്റി അത് CPIക്ക് മനസ്സിലാകുന്നില്ല.
ഇതിലൊക്കെ LDFിനകത്തൊരു രീതിയുണ്ട്. ഇത് രാഷ്ട്രീയ സഖ്യമാണ് LDF. അതുകൊണ്ട് ആ സീറ്റ് LDFിൽ CPIയുടെ സീറ്റാണ്. ആ CPIക്ക് ലഭിക്കണം. അതേപ്പറ്റി വിവാദമുണ്ടാക്കാൻ ബഹളം വയ്ക്കാൻ ഞങ്ങളില്ല. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ കോട്ടയത്ത് യോഗം ചേരുന്നുണ്ട്. ഈ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുമെന്നുള്ളതാണ്. അതിൽ അവകാശവാദം ഇതിനോടകം തന്നെ കേരള കോൺഗ്രസ് ഉന്നയിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്തത്. ഇതിൽ ബിനോയ് വിശ്വം പറയുന്നത് പോലെ മീഡിയയ്ക്ക് ആങ്സൈറ്റി ഒന്നുമില്ല എന്നുള്ളത് നമുക്കറിയാവുന്നതുമാണ്. ഇവിടെ ഇതിപ്പോൾ വലിയൊരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 സീറ്റ് ആണ് LDFന് ജയിക്കാൻ കഴിയുന്നത് ഒഴിവ് വരുന്ന 3 സീറ്റുകളിൽ. അതിലൊന്ന് CPI-യും മറ്റേ സീറ്റ് ആർക്ക് എന്നുള്ളതിൽ അതൊരു തർക്ക വിഷയമായി മാറുന്നു എന്ന് തന്നെയല്ലേ സൂചന? അനുജ, സ്വാഭാവികമായും ഇക്കാര്യത്തിൽ ഇത് ഇടതുമുന്നണിയിൽ ചില പ്രതിസന്ധികൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം എങ്ങനെ ഈ പ്രതിസന്ധി പരിഹരിക്കും? പ്രത്യേകിച്ച് CPI-യും അതേപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മും ഒരേപോലെ ഇക്കാര്യത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് അധ്യക്ഷൻ ജോസ് കെ മാണി, CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം, ഇവർ 3 പേരുമാണ് ജൂലൈ മാസം 1-ാം തീയതി രാജ്യസഭാ സീറ്റ് ഒഴിയുന്നത്. നിലവിലെ നിയമസഭയിൽ അംഗബലം അനുസരിച്ച് 2 സീറ്റുകളാണ് ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയും. ഇതിൽ ഒരു സീറ്റ് ഏറ്റെടുക്കാൻ CPM തീരുമാനിച്ചിട്ടുണ്ട്. M സ്വരാജ് അടക്കമുള്ളവരുടെ പേരുകളാണ് CPM ആ സീറ്റിലേക്ക് പരിഗണിക്കുന്നത്. ഇനി അതിനുശേഷം ജയിക്കാൻ കഴിയുന്ന മറ്റൊരു സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ ഇടതുമുന്നണിയിൽ വലിയ തരത്തിൽ ചർച്ചയാകുന്നത്. ആദ്യം തന്നെ കേരള കോൺഗ്രസ് എം ഒരു പടി മുന്നിൽ കണ്ടുകൊണ്ട് നേരത്തെ തന്നെ അക്കാര്യത്തിൽ അവകാശവാദം ഉന്നയിച്ചു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ബിനോയ് വിശ്വം ഒഴിയുമ്പോൾ ആ സീറ്റ് തങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടതാണെന്ന CPI-യുടെ അവകാശവാദം. ആർക്കും ആ സീറ്റിൽ അവകാശമില്ലെന്നും ഇടതുമുന്നണി യോഗത്തിൽ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടാനും CPI നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും അല്പസമയം മുൻപ് ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണത്തിൽ നമുക്കറിയാം പ്രതിസന്ധി ഉണ്ടാക്കില്ല. പക്ഷേ അക്കാര്യം അറിയിക്കേണ്ട വേദികളിൽ പാർട്ടി മുന്നണിക്കുള്ളിലാണ് അറിയിക്കുന്നത്. മുന്നണിക്കുള്ളിൽ അറിയിക്കും എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം. അതേസമയം കേരള കോൺഗ്രസും അതേ അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒട്ടും പിന്നോട്ട് കേരള കോൺഗ്രസും ഇല്ല. ഏതായാലും രാജ്യസഭാ സീറ്റ് വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് ഇടതുമുന്നണി നേതൃത്വം വ്യക്തമാക്കുന്നത്. അനുജ, രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം അതിപ്പോൾ CPI പറയുന്നത് തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റാണ്, തങ്ങൾക്ക് തന്നെ ലഭിക്കണം, അത് പറയേണ്ടയിടത്ത് പറയേണ്ട സമയത്ത് പറയും എന്നുള്ളതാണ്. അതിനിടെ ഈ വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ കോട്ടയത്ത് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി യോഗം പുരോഗമിക്കുന്നു. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, രാജ്യസഭാ സീറ്റ് വിഷയം ഉൾപ്പെടെ ഇന്നിപ്പോൾ ചർച്ചയാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അജണ്ട എങ്കിലും അനുജ, തീർച്ചയായിട്ടും അജണ്ട തെരഞ്ഞെടുപ്പ് അവലോകനം തന്നെയാണ്. എന്നിരുന്നാൽ പോലും വരുന്ന ആ ഒരു അവസരം, അതായത് രാജ്യസഭാ സീറ്റ് നേടിയെടുക്കുക എന്നുള്ളത് കേരള കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം കൂടിയാണ്. ഇതിനോടകം തന്നെ അവർ അവകാശവാദവും ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായും അവർ പറയുന്നത് കേരള കോൺഗ്രസ് LDFിലേക്ക് വന്നപ്പോൾ UDFിൽ ഉണ്ടായിരുന്ന സീറ്റ് രാജിവെച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അന്ന് LDFിൽ നിന്ന് ലഭിച്ച സീറ്റിൽ വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് ഇത്തവണയും ജോസ് കെ മാണി രാജിവെച്ചൊഴിഞ്ഞതിന് ശേഷം വീണ്ടും ആ ഒരു അവസരം വരുമ്പോൾ അത് ജോസ് കെ മാണിക്ക് തന്നെ നൽകണമെന്നുള്ളൊരു നിലപാടിലാണ് കേരള കോൺഗ്രസ് നേതാക്കളുള്ളത്. ഇന്ന് ചേരുന്ന ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും വിഷയം ചർച്ചയാകുമെന്നുള്ള വിവരം തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മളോട് സ്റ്റീഫൻ ജോർജ് അടക്കം പറഞ്ഞത്. എന്തായാലും ഈ വിഷയം ചർച്ച ചെയ്യും. വരുന്ന LDF ചേരുമ്പോൾ ശക്തമായി ഈ സീറ്റിന് വേണ്ടി ഒരു അവകാശവാദം ഉന്നയിക്കാനുള്ള ഒരു നീക്കവും കേരള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ LDFിലെ രണ്ടാമൻ ആര് എന്നുള്ള ഒരു ചോദ്യം വലിയ ചർച്ചയാകുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ CPI-യും കേരള കോൺഗ്രസും തമ്മിലുള്ള ഒരു ശീതസമരം അല്ലെങ്കിൽ ഒരു വാക്പോര് വരെ ഈ വിഷയത്തിൽ പണ്ട് നടന്നിട്ടുണ്ട്. LDFിലേക്ക് ഈ കേരള കോൺഗ്രസ് വന്നതിന് ശേഷം രണ്ടാമൻ ആര് എന്നുള്ള ചോദ്യവുമായി ബന്ധപ്പെട്ടുള്ള വലിയ തർക്കങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് ആര് തയ്യാറാകും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയിലേക്ക് കാര്യങ്ങൾ പോയില്ലെങ്കിൽ വലിയ തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അനുജ, ടോബി, ഇതിലിപ്പോൾ മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് CPI അവരുടെ ഒരു സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുത്തത് നമുക്കറിയാം. അപ്പോൾ ആ തരത്തിലേക്കൊക്കെ വിട്ടുവീഴ്ച കൂടി ചെയ്ത സാഹചര്യത്തിൽ കുറച്ചുകൂടി ബലം അവരുടെ വാദത്തിനുണ്ട് എന്ന് നമ്മൾ കരുതണമോ? LDFിലേക്ക് ഈ വിഷയം വരുമ്പോൾ അത് എങ്ങനെ അത് പരിഹരിക്കുമെന്നൊക്കെയുള്ളത് വലിയ ചോദ്യമായി മാറുമോ? തീർച്ചയായിട്ടും കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള സീറ്റുകളിലുള്ള ആ ഒരു പ്രശ്നമായിരുന്നു നിയമസഭ ഇലക്ഷന്റെ സമയത്ത് ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് അവർ ഉയർത്തിക്കാട്ടുന്നത്. പലപ്പോഴും വിട്ടുവീഴ്ചകൾക്ക് CPIക്ക് വഴങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ബിനോയ് വിശ്വം ഒഴിയുന്ന ഒരു സീറ്റാണ് ഇപ്പോൾ ഒഴിവ് വരുന്നതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് സംസ്ഥാന സെക്രട്ടറി തന്നെ ഒഴിയുന്ന ഒരു സീറ്റ് എങ്ങനെ വിട്ടുകൊടുക്കുമെന്നുള്ളൊരു ചോദ്യമാണ് പല നേതാക്കളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ മുന്നോട്ട് വെച്ചത്. അതിനുപരിയായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ മധ്യ കേരളത്തിൽ പലപ്പോഴും കേരള കോൺഗ്രസിന് വേണ്ടി വഴങ്ങിക്കൊടുക്കേണ്ട
അല്ലെങ്കിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകേണ്ട ഒരു സാഹചര്യം CPIക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എത്രത്തോളം ഈ ഒരു നിലപാടിൽ അല്ലെങ്കിൽ ഇത്തവണയും പിന്മാറി കൊടുക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. എന്തായാലും കേരള കോൺഗ്രസിന് ആകെയുള്ള ഒരു MP സ്ഥാനമാണ്, രാജ്യസഭാ സീറ്റാണ്. ആ ഒരു സീറ്റ് വിട്ട് കൊടുത്തുകൊണ്ടൊരു കോംപ്രമൈസിലേക്ക് പോകേണ്ട. അതുകൊണ്ട് തന്നെ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലം അത് വളരെയധികം നിർണായകവും കൂടിയാണ്. നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു സീറ്റിൽ കേരള കോൺഗ്രസിന് കോട്ടയം സീറ്റിൽ വിജയിക്കാൻ സാധിച്ചാൽ അവർ കൂടുതൽ ശക്തമായിട്ട് ഈ ഒരു ആവശ്യം, രാജ്യസഭാ സീറ്റിന് വേണ്ടിയുള്ള ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെക്കാനുള്ളൊരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷമാണെങ്കിൽ ഈ വിജയിക്കാൻ സാധിക്കുന്ന 2 സീറ്റുകളിൽ ഒന്ന് CPMനാണെന്നാണ് പറയുന്നത് നിലവിൽ. അങ്ങനെയാണ് CPMന് ഒരു പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്ക് പോകേണ്ടി വരും. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ തവണ 2 സീറ്റിൽ വേക്കൻസി വന്നപ്പോൾ P സന്തോഷിനാണ് CPIക്കാണ് ആ സീറ്റ് കൊടുത്തത്. ആ ഒരു കാര്യം കൂടി കേരള കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നുണ്ട്. LDFൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ അത് കഴിഞ്ഞ തവണ CPIക്ക് കൊടുത്ത ഒരു കാര്യം കൂടി കേരള കോൺഗ്രസ് മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഒരുപക്ഷേ കേരള കോൺഗ്രസിന് തന്നെ LDFൽ നിന്നും ഈ സീറ്റ് ലഭിച്ചേക്കും. എന്തായാലും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുമുണ്ട്. അനുജ, ശരി, 3 രാജ്യസഭാ സീറ്റുകളിലാണ് ജൂലൈയിൽ ഒഴിവ് വരാൻ പോകുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു തർക്കത്തിലേക്കാണ് LDFൽ മുന്നണികൾ കടന്നിട്ടുള്ളത്. കേരള കോൺഗ്രസും CPIയും തമ്മിലാണ്. കേരള കോൺഗ്രസ് ഇപ്പോൾ ഉന്നതാധികാര സമിതി യോഗം ചേരുന്നുണ്ട്. ഈ വിഷയം അവിടെ ചർച്ചയാകുമെന്നതാണ് ടോബി ജോൺസൺ നൽകിയ വിവരം. മാവേലി എക്സ്പ്രസിൽ യാത്രക്കാരന്റെ മർദ്ദനമേറ്റ TTയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഷൊർണൂരിൽ നിന്ന് പാലക്കാട്ടെ റെയിൽവേ ആശുപത്രിയിലേക്ക് മാറ്റി. രാജസ്ഥാൻ സ്വദേശി വിക്രം കുമാർ മീണയ്ക്ക് മൂക്കിനാണ് പരുക്കേറ്റത്. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിനെ തുടർന്നായിരുന്നു മർദ്ദനം. പ്രതി തിരുവനന്തപുരം സ്വദേശി സ്റ്റാൻലി ബോസിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. 12 तारीख को मैं मावेली में ड्यूटी कर रहा था. ट्रेन नंबर 16603 मैंगलोर टू सोनूर. कालीकट के बाद एक विदाउट टिकट पैसेंजर कोच के अंदर था. मैं उसको जनरल में जाने को बोला, गो टू जनरल कंपार्टमेंट बैक साइड. एक बार 2 बार मैं बहुत टाइम बोला, फिर भी नहीं गया, तो वो S9 में चला गया. फिर S9 में जाने के बाद फिर मैं दोबारा वो इनसाइड द कोच सीट में बैठा है. मैं फिर बोला उसको, तो वो पता नहीं क्या हुआ, उसको वो सडनली मेरा चेहरे पर मारा. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, ഏതാണ്ട് 1 മാസം മുൻപുണ്ടായ ഒരു സംഭവം, അതിന്റെ നടുക്കത്തിൽ നമ്മൾ മാറുന്നതിന് മുൻപാണ് ഇപ്പോൾ അടുത്ത വാർത്ത വരുന്നത്. ഇദ്ദേഹത്തിന് ഈ രാജസ്ഥാൻ സ്വദേശിയായ TTയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടാനൊന്നുമില്ല എന്ന് മനസ്സിലാക്കാം അല്ലേ? അനുജ, പൂർണ്ണമായി അങ്ങനെ പറയാൻ കഴിയില്ല. അദ്ദേഹത്തിന് ഷൊർണൂരിൽ വെച്ച് നൽകിയ ചികിത്സയ്ക്ക് ശേഷവും അദ്ദേഹത്തിന്റെ ഈ മൂക്കിന്റെ പാലത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടലുണ്ടോ എന്നുള്ള സംശയമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റെയിൽവേ ആശുപത്രിയിലേക്ക്, ലവക്കോട് തന്നെയുള്ള റെയിൽവേ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനിച്ചിട്ടുള്ളത്. യാതൊരു പ്രകോപനവും ഇല്ലാതെയായിരുന്നു മർദ്ദനം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അവിടെ വെച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നമ്മളോട് സംസാരിച്ചപ്പോഴും അദ്ദേഹം വ്യക്തമാക്കുന്നത് അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഒരു പ്രകോപനവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല, ഈ പ്രതിയുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. അത് ചോദ്യം ചെയ്തതാണ് പ്രകോപന കാരണമായത്. അതിനാണ് തന്നെ മർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ മൂക്കിന് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിലും ഷൂവിൽ വരെ നമുക്ക് രക്തക്കറ കാണാമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ റെയിൽവേ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഷൊർണൂർ വെച്ച് പ്രാഥമികമായ ചികിത്സ നൽകിയതിനു ശേഷമാണ് ഇപ്പോൾ ഷൊർണൂരിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഈ പ്രതി സ്റ്റാൻലി ബോസിനെ റെയിൽവേ പോലീസ് ഇതിനോടകം തന്നെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട്. ഈ പ്രതിയുടെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിടുന്നുണ്ടോ? സ്റ്റാൻലി ബോസ്, അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ ജോലി, എന്ത് ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയ കാര്യങ്ങൾ? കോഴിക്കോട് നിന്നാണ് RPF ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം സ്വദേശിയാണ് ഈ പ്രതി. ഇയാൾ ഈ സമയത്ത് മദ്യലഹരിയിലായിരുന്നു എന്നുള്ള സംശയങ്ങളുണ്ട്. അക്കാര്യത്തിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും കാര്യമായ പ്രകോപനങ്ങൾ ഇല്ലാതെ ഒരു TTയെ മർദ്ദിക്കണമെങ്കിൽ അതെന്താണ് അതിലേക്ക് നയിച്ച വികാരം എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും RPF കൂടുതലായി പ്രതിയെ ചോദ്യം ചെയ്തു പോരുകയാണ്. അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാവുകയുള്ളൂ. അനുജ, യാത്രക്കാരന്റെ മർദ്ദനമേറ്റ TT അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ കാര്യമായി ആശങ്കപ്പെടാനില്ല, പക്ഷേ അദ്ദേഹത്തിന് മൂക്കിന് ചെറിയ പരുക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന വിവരമാണ് നിഖിൽ പ്രമേഷ് നൽകിയത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി കൊല്ലത്തേക്ക് ചവറയിൽ വനിതാ ഡോക്ടർക്ക് മർദ്ദനം. ചവറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ജാൻസി ജെയിംസിനാണ് മുഖത്തടിയേറ്റത്. രോഗിയോടൊപ്പം എത്തിയ സ്ത്രീയാണ് മർദ്ദിച്ചതെന്ന് ഡോക്ടർ പറഞ്ഞു. വഴക്കു പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ ബൈസ്റ്റാൻഡർക്ക് ഈ സംഭവത്തെ പറ്റി അറിയത്തില്ല. അപ്പം അന്നേരം തന്നെ ആ പെൺകുട്ടി വന്ന് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. പക്ഷേ പെൺകുട്ടി പറയുന്നത് പോലും കേൾക്കാതെ അതിൻ്റെ അച്ഛൻ ഒരുപാട് ബഹളം വെച്ചു. അവരോട് ആ സംഭവം ക്ലിയർ ചെയ്യുന്നതിനിടെ ട്രിപ്പ് ഇട്ട് കിടന്ന പേഷ്യൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബൈസ്റ്റാൻഡർ എന്നോട് വെറുതെ തട്ടിക്കയറി അങ്ങോട്ട് ആണ് ഒരു ചേട്ടൻ്റെ അമ്മ ഒരാൾ പേഷ്യൻ്റെ അമ്മ, ഒന്ന് മകൻ്റെ മകളാണ് അടുത്ത പേഷ്യൻ്റ്.
അവർ ബഹളം വയ്ക്കും. ഞാൻ അവരോട് അന്നേരം പറയുന്നുണ്ട് ഈ കാര്യം ഇങ്ങനെയാണെന്ന് പറയുമ്പോഴും അവർ വെളിയിൽ ഇറങ്ങിപ്പോ, നീ ആരാടി, അങ്ങനെ വളരെ മോശമായിട്ടാണ് അവരെന്നോട് സംസാരിച്ചത്. അത് റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ വേണ്ടില്ല, സാമാന്യം ഒരു മനുഷ്യനോട് കാണിക്കുന്ന ഒരു ഇതുപോലും ഇല്ലാത്ത രീതിയിലാണ് അവരെന്നോട് സംസാരിച്ചത്. അപ്പോൾ കുറേ നേരം സംസാരിച്ചതിന് ശേഷം എൻ്റെ അടുത്തേക്ക് കയറി വന്ന് എൻ്റെ മുഖത്ത് അടിക്കുകയും ചെയ്തു. അടിച്ചപ്പോൾ തന്നെ ഞാൻ അവരോട് പറയുകയും ചെയ്തു, മുഖത്തടിച്ച് മീൻസ് എൻ്റെ ശരീരത്തോട് സംസാരിക്കരുതെന്നുള്ള കാര്യം ഞാൻ അവരോട് പറയുകയും ചെയ്തതാണ്. അങ്ങനെ അവർ ഒരുപാട് അവരെ ആരെ ആയാലും വിളിച്ചോളൂ എന്നുള്ള ഒരു രീതിയിൽ, എന്തും ചെയ്യാമെന്നുള്ള ഒരു രീതിയിലാണ് അവർ അന്നേരം എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരുന്നതും എന്നോട് സംസാരിച്ചതും. എന്നെ എന്തും ചെയ്യാമെന്നുള്ള ഒരു ഭാവത്തിൽ തന്നെയാണ്, വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. വാക്കുകൊണ്ടാണെങ്കിലും ശരി, ശാരീരികമായിട്ടാണെങ്കിലും ശരി, എല്ലാ രീതിയിലും അവർ വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. അരുൺ രാജ് വിശദാംശങ്ങളുമായി. അരുൺ, ഇന്നലെ നമ്മൾ കോഴിക്കോട്ട് നിന്നുള്ള വാർത്ത കണ്ടത് രോഗി ഡോക്ടറെ ആക്രമിക്കുന്നു, പരുക്കേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രോഗിക്കൊപ്പം എത്തിയ സ്ത്രീ ഡോക്ടറെ മർദ്ദിക്കുന്നു എന്ന്. ഡോക്ടേഴ്സിന്റെ സുരക്ഷിതത്വം എവിടെ എന്നുള്ളത് വലിയ ചോദ്യമായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ്. പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല എന്നതാണോ? എങ്കിൽ അത് എന്തുകൊണ്ടാണ്? അനുജ, ആശുപത്രി കേന്ദ്രീകരിച്ച് ഡോക്ടർമാർക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. അത് സമാനമായ ഒരു അവസ്ഥയാണ് ഇന്ന് കൊല്ലത്ത് ഉണ്ടായത്. കൊല്ലം ചവറ ശങ്കരമംഗലം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ ജാൻസി ജെയിംസിനാണ് മർദ്ദനമേറ്റത്. ഇന്നലെ രാത്രി 10:30 ചികിത്സയ്ക്കെത്തിയ രോഗിയെ പരിശോധിച്ച് ഇതിനിടയിൽ മറ്റൊരു രോഗി കൂടി, അതായത് ഈ രോഗിയുടെ ബന്ധുവിനെ കൂടി പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഈ പരിശോധനാ വേളയിൽ നേരത്തെ ഈ രോഗി ഉപയോഗിച്ചിരുന്ന ഗുളികകൾ പരിശോധിക്കാൻ ഡോക്ടർ തയ്യാറായില്ല എന്നാരോപിച്ചാണ് ആദ്യഘട്ടത്തിൽ ഈ സംഘർഷം ഉണ്ടായത്. തുടർന്ന് ഈ സംസാരിക്കുന്നതിനിടയിൽ ഈ രോഗിയുടെ കൂടെ വന്ന സ്ത്രീ ഡോക്ടറെ മർദ്ദിച്ചു എന്നതാണ് ഡോക്ടർ നൽകിയ പരാതിയിൽ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പ് ശക്തമായ പ്രതിഷേധം ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. ആശുപത്രിക്കുള്ളിൽ ഡോക്ടർമാർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കൂടുതൽ നടപടികൾ വേണമെന്നാവശ്യമാണ് ആരോഗ്യവകുപ്പ് ജീവനക്കാരടക്കം ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അതേസമയം ഈ രോഗിയുടെ ബന്ധുക്കളും രോഗിയും പറയുന്നത് തങ്ങൾക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കിയില്ല. മറ്റൊന്ന്, ഈ രോഗി ആവശ്യപ്പെട്ട പ്രകാരം ഗുളിക ഏത് എന്ന് നോക്കാൻ പോലും ഡോക്ടർ തയ്യാറായില്ല. ഇത് സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. തങ്ങൾക്കും ഈ ഡോക്ടറുടെ ഭാഗത്തു നിന്ന് മോശമായ പെരുമാറ്റവും മോശമായ രീതിയിലുള്ള ഇടപെടലുമാണ് ഉണ്ടായത് എന്നതാണ് ഈ രോഗിയും ബന്ധുക്കളും ഇപ്പോൾ പരാതിയായി ചൂണ്ടിക്കാട്ടുന്നത്. രണ്ട് കൂട്ടരും ഇപ്പോൾ ചവറ പോലീസിന് മുമ്പാകെ പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതി വിശദമായി പരിശോധിച്ച് സംഭവത്തിൽ തുടർ നടപടി സ്വീകരിക്കാനാണ് പോലീസ് തയ്യാറാകുന്നത്. കാരണം ആശുപത്രിക്കുള്ളിൽ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭ്യമല്ല. അതുകൊണ്ട് പരാതിക്ക് മുകളിൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് നിലവിൽ പോലീസ്. കൊല്ലം ചവറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർക്കാണ് രോഗിക്കൊപ്പം എത്തിയ സ്ത്രീയിൽ നിന്ന് മർദ്ദനമേറ്റത്. മലപ്പുറം പൊന്നാനിയിൽ നിന്ന് പോയ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് 2 മരണം. സ്രാങ്ക്, അഴീക്കൽ സ്വദേശി അബ്ദുൾ സലാം, ഗഫൂർ എന്നിവരാണ് മരിച്ചത്. കപ്പൽ ജീവനക്കാർക്കെതിരെ ചാവക്കാട് മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് കേസെടുത്തു. കവരത്തിൽ നിന്ന് ബേപ്പൂരിലേക്ക് ചരക്കുമായി പോയ സാഗർ യുവരാജ് എന്ന കപ്പലാണ് അപകടമുണ്ടാക്കിയത്. രാത്രി 10:10 ഞങ്ങൾ വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കപ്പൽ വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കപ്പൽ വരുന്ന പൊതുവെ കപ്പലിക്കാർ വരാത്തൊരു ഇതാണത്. അവിടുന്ന് കപ്പൽ വരുന്നപ്പോൾ ഞങ്ങൾ ലൈറ്റും ചാർജൊക്കെ അടിച്ചു കൊടുത്തവർക്ക്. പക്ഷെ അവർക്ക് കണ്ടോന്ന് അറിയില്ല, ആ കര കൊണ്ട് ഒതുങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ എണീച്ചിട്ട് കരക്ക് ഒതുക്കിയതാണ്. ഒതുക്കുമ്പോഴത്തേന് ഇത് ഞങ്ങളപ്പോൾ ഒരു പറയണ കപ്പൽ വരുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ എണീക്കലും വന്നിടിക്കലും കഴിഞ്ഞ് എണീച്ചിട്ടുള്ളൂ. എണീക്കുമ്പോഴത്തേന് ഇത് ഭയങ്കര വരുത്താൻ വന്നത്. വന്ന് ഇടിച്ചെടുക്കുന്ന ചെതറിപ്പോയി, ബോട്ട് 2 പൊടിയായി പോയി. അതിൽ 6 ആളും 6 ഭാഗത്തേക്ക്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ അതിന്റെ നടുക്കത്തിൽ നിന്ന് മുക്തരായിട്ടില്ല. ഈ അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടോ? കപ്പൽ ചാൽ വിട്ടുള്ള യാത്രയിലായിരുന്നു കപ്പൽ, അങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്ന തരത്തിലേക്കൊക്കെ ആരോപണങ്ങൾ വരുന്നുണ്ടല്ലോ. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും നമുക്ക് പറയാറായോ? ഔദ്യോഗികമായ വിശദീകരണം നമുക്ക് ലഭ്യമല്ലെങ്കിലും പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം ഇത്തരത്തിലുള്ളതാണ്. കപ്പൽ ചാൽ രീതിയിലല്ല സഞ്ചരിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം എന്നുള്ളത്. എന്നാലും കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. പൊന്നാനിയിൽ നിന്നും 38 നോട്ടിക്കൽ മൈൽ അകലെ ആണ് ഈ അപകടം ഉണ്ടായത്. ഇസ്ലാഹ് എന്ന ബോട്ടാണ് ഇത്തരത്തിൽ കപ്പൽ ഈ ബോട്ടിലേക്ക് ഇടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 6 പേരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത്. അതിൽ 4 പേരെ കപ്പൽ ജീവനക്കാർ അപകടമുണ്ടായ ഉടൻ തന്നെ രക്ഷപ്പെടുത്തി. മറ്റു 2 പേരായിരുന്നു ഈ കാണാതാകുന്ന ഒരു ഘട്ടം ഉണ്ടായത്. പിന്നീട് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് 2 പേരുടെ മൃതദേഹം കണ്ടെത്തിയത്. ബോട്ടിന്റെ സ്രാങ്ക്, ഗഫൂർ, ഒപ്പം തന്നെ അബ്ദുൾ സലാം എന്നീ 2 പേരെയാണ് ഇത്തരത്തിൽ മരിച്ച നിലയിൽ കാണുന്ന ഒരു ഘട്ടം ഉണ്ടായത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിൽ മാത്രമാണ് ഇവരെ കണ്ടെത്താനായത്. അതിന് പിന്നാലെ ഇവരെ കണ്ടെത്തിയതിന് പിന്നാലെ ഈ ചാവക്കാട് പോലീസ്, കോസ്റ്റൽ പോലീസ് ഈ കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനും ജീവഹാനി വരുത്തിയതിനുമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഉടൻ തന്നെ ഈ കപ്പൽ കസ്റ്റഡിയിലെടുക്കുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സമീർ ബിൻ കരീം വിവരങ്ങൾ നൽകിയത് തിരൂരിൽ നിന്ന്. പുതുവൈപ്പ് ബീച്ചിലുണ്ടായ അപകടത്തിൽ മരണം 3 ആയി. ചികിത്സയിലായിരുന്ന 2 പേർ കൂടി ഇന്ന് മരിച്ചു.
മിലൻ സെബാസ്റ്റ്യൻ, ആൽവിൻ ജോർജ് ആന്റണി എന്നിവരാണ് മരിച്ചത്. കടലിൽ കുളിക്കുന്നതിനിടെയായിരുന്നു അപകടം. ലൈഫ് ഗാർഡ് ഇല്ലാത്തതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. അടിയന്തര നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് എറണാകുളം DCP KN സുദർശൻ 24നോട് പറഞ്ഞു. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന മിലൻ സെബാസ്റ്റ്യൻ, ആൽവിൻ എന്നിവരാണ് ഇന്ന് മരിച്ചത്. കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് 2ാം വർഷ വിദ്യാർത്ഥിയാണ് മിലൻ. പത്രവിതരണക്കാരനാണ് ഗാന്ധിനഗർ ചെറുവള്ളിപ്പറമ്പിൽ ആൽവിൻ ജോർജ് ആന്റണി. എറണാകുളം കലൂർ സ്വദേശിയായ അഭിഷേകിന്റെ മൃതദേഹം ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. സുഹൃത്തുക്കളായ 7 സംഘം ഞായറാഴ്ച പുലർച്ചെയോടെയാണ് പുതുവൈപ്പ് ബീച്ചിലെത്തിയത്. ഇതിൽ കുളിക്കാനിറങ്ങിയ 6 പേരിൽ 3 പേർ തിരയിൽപ്പെടുകയായിരുന്നു. 3 പേരെ രക്ഷപ്പെടുത്തി. ഇവന് ഗവൺമെന്റ് പരമായിട്ട് ആരെങ്കിലും ഇവിടെ നിർത്തുക, അത്രേ ഉള്ളൂ പറയാനായിട്ട്. ഞങ്ങളൊക്കെ പറഞ്ഞാൽ അവർ അംഗീകരിക്കണില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ചെറിയ പിള്ളേരാണ് ഇവിടെ വന്ന് ഇറങ്ങണത് മുഴുവനും. പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം നോക്കുന്ന പറയണം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? പിന്നെ രക്ഷപ്പെടാൻ എത്രയോ പേരെ ഇവിടെ രക്ഷപ്പെടുത്തിയാക്കണ പിള്ളേര്. ഈ കടലിൽ പോണ ആളാണ് കംപ്ലീറ്റ് ആൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയ നീന്തി എടുത്തുകൊണ്ട് വന്നത്. ഇല്ലാത്ത സമയം വരുമ്പോൾ ഇവർ പോകൂലേ? പിന്നെ പറഞ്ഞാൽ ഇവിടത്തുള്ള ആൾ പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. പിന്നെ നമ്മൾ തല്ലി പിടിക്കാൻ നടക്കണം. അപകടം നടന്ന സ്ഥലം എറണാകുളം DCP KS സുദർശൻ സന്ദർശിച്ചു. അപകടങ്ങൾക്ക് പരിഹാരം കാണാൻ ഉടൻ യോഗം ചേരും. ഈ ബീച്ചിൽ 3 പേര് മരിച്ച ഈ സാഹചര്യത്തിൽ ഇവിടെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിന് മുൻകാലങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പരിശോധിച്ച് സിവിൽ അതോറിറ്റീസും കൂടി ഡിസ്കസ് ചെയ്തതിനു ശേഷം വേണ്ട മുൻകരുതൽ സ്വീകരിക്കും. സുരക്ഷാ ക്രമീകരണങ്ങളോ ലൈഫ് ഗാർഡോ ഇല്ലാത്തതാണ് തുടർച്ചയായുള്ള അപകടങ്ങൾക്ക് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ. നല്ല കടലുള്ള സമയത്തും കുളിക്കുമ്പോൾ ഞങ്ങൾ മണങ്ങാറുണ്ട്, കുളിക്കല്ലേ എന്നും പറഞ്ഞു. അപ്പോഴവരനുസരിക്കൂല. അപ്പൊ നമ്മ പിന്നെ എന്തിട്ടാ പറഞ്ഞ വന്നവരോട് പറഞ്ഞ പിന്നെ അതിനെ എതിർക്കാനല്ലേ ഇങ്ങോട്ട് വരുള്ളൂ ആൾക്കാർ. അപ്പൊ പരമാവധി ഞങ്ങൾ പറയാം എല്ലാവരും. തിരയിൽപ്പെട്ട 3 പേരെ നീന്തൽ പരിശീലനം നടത്തുന്ന ക്ലബ് അംഗങ്ങളാണ് രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചത്. അവധിക്കാലം കൂടിയായതിനാൽ ദിനംപ്രതി പുതുവൈപ്പ് ബീച്ചിലേക്ക് എത്തുന്നത് നിരവധി പേരാണ്. ഇവരെ നിയന്ത്രിക്കാനോ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാനോ ഒരു ലൈഫ് ഗാർഡ് പോലും ബീച്ചിലില്ലാത്ത സ്ഥിതിയാണ്. പുതുവൈപ്പിനിൽ നിന്ന് വിനീത VG 24. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് മാർച്ച് നടത്തി. തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൗണ്ടിൽ ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി. സ്വന്തം വാഹനത്തിൽ ടെസ്റ്റിനെത്തിയ പെൺകുട്ടിയെ പ്രതിഷേധക്കാർ തടയുകയും വാഹനത്തിന് കേടുപാടുണ്ടാക്കുകയും ചെയ്തു. കോഴിക്കോട് ചേവായൂരിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സമില്ലാതെ നടന്നു. ഒരാളാണ് ടെസ്റ്റിനായി എത്തിയത്. മുട്ടത്തറയിൽ നിന്ന് അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ ഷാ, ഇതിപ്പോൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ് സമരം, പ്രതിഷേധമൊക്കെ. ഇത് ബാധിക്കുന്നത് തീർച്ചയായും ഇതിലെത്തുന്ന ജോസ് കെ മാണി മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് നമ്മുടെ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി വിളിച്ചുകൂട്ടി. ഇപ്പോഴാണ് അത് പൂർത്തീകരിച്ചത്. കേരള സംസ്ഥാനത്തിൻ്റെയും കോട്ടയത്തിൻ്റെയും പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ ദേശീയ തലത്തിലുള്ള ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവും തെരഞ്ഞെടുപ്പ് സാഹചര്യവും വിലയിരുത്തുകയുണ്ടായി. ദേശീയ തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ കാണുവാൻ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന്റെ 3ാം ഘട്ടം പൂർത്തിയാക്കിയപ്പോൾ, ഇന്ന് 4ാം ഘട്ടമാണ്, 3ാം ഘട്ടം പൂർത്തിയാക്കിയപ്പോൾ ഏതാണ്ട് 284 സീറ്റുകളിലുള്ള മത്സരം പൂർത്തിയാക്കിയപ്പോൾ BJP അവരുടെ 400 സീറ്റ് എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയ BJP 400 സീറ്റിൽ നിന്ന് താഴോട്ട് വന്നു എന്ന് മാത്രമല്ല, അവരുടെ പ്രചരണങ്ങളിലൊക്കെ ആ വികസന കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് BJPയുടെ വോട്ടുകൾ ചോരുന്നു, അല്ലെങ്കിൽ അവരുടെ ആധിപത്യം ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലൊക്കെ ചോർച്ച ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി ഇന്ന് BJPക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി തന്നെ വർഗീയ പ്രചരണം നടത്തി മുന്നോട്ട് പോവുകയാണ്. പ്രധാനമന്ത്രി നടത്തുമ്പോൾ ആ പദവിയെ തന്നെ കളങ്കപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് ഇന്ന് ഇപ്പോൾ ഒരു 96 സീറ്റും അങ്ങനെ 380 സീറ്റുകളുടെ അവിടെ മത്സരം നടന്നു കഴിയുമ്പോൾ വലിയൊരു മുന്നേറ്റം ഇന്ന് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകുന്നു. BJPയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർ പലതരത്തിലുള്ള EDയെ വിട്ട് BJPക്കെതിരെ സംസാരിക്കുന്ന പ്രമുഖരായ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു.
ആ രീതിയിലുള്ള പ്രചരണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. BJP ഒരു തകർച്ചയിലേക്ക്, അവരുടെ ഭരണം ഒരു തകർച്ചയിലേക്ക് പോവുകയാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ളത് സംശയവുമില്ല. അതിൻ്റെ ഒരു വിലയിരുത്തലും ഞങ്ങൾ നടത്തിയിരുന്നു. പൊതുവെ നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, കേരള കോൺഗ്രസ് LDFന്റെ ഭാഗമായതിനു ശേഷം LDFന് കേരളത്തിൽ ഒരു തുടർഭരണത്തിന് വഴിയൊരുക്കി. കേരള സംസ്ഥാനത്ത് പൊതുവെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഓരോ മുന്നണിയും മാറി മാറി പരീക്ഷിക്കുന്നു. അതിൻ്റെ രീതി, അതിൻ്റെ ശീലമാണ് കേരളത്തിലുള്ള വോട്ടർമാർക്കുള്ളത്. അതിലൊരു മാറ്റമുണ്ടാകുവാനായിട്ട് കാരണമായത് അത് കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് എല്ലാവരും വിലയിരുത്തിയിട്ടുണ്ട്. അത് CPM പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം വിലയിരുത്തിയിട്ടുമുണ്ട്. സമാനമായി നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് LDFനുണ്ടായിരുന്ന ആ ഘട്ടത്തിൽ. മറ്റ് 19 സീറ്റുകളും UDFനാണ്. പക്ഷെ UDFന് ആധിപത്യമുള്ള ആ പ്രദേശങ്ങളിലൊക്കെ ഒരു അട്ടിമറി വിജയം ഇന്ന് LDFനുണ്ടാകും. അതിന് തീർച്ചയായും കേരള കോൺഗ്രസ് പാർട്ടിയുടെ വലിയൊരു സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ട് എന്നുള്ളതും സംശയമില്ല. കോട്ടയം ലോക്സഭാ മണ്ഡലം സംബന്ധിച്ചോളം അഭിമാനകരമായ ഒരു വിജയം LDFന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീ തോമസ് ചാഴികാടന് ഉണ്ടാകും. നല്ല ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം വിജയിക്കും. ഞങ്ങൾ ഓരോ മണ്ഡലം അടിസ്ഥാനത്തിൽ, നിയോജകമണ്ഡല അടിസ്ഥാനത്തിലുള്ള ആ വിലയിരുത്തലുകൾ നടത്തി. അത് മാത്രമല്ല, മധ്യ തിരുവിതാംകൂറിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കോട്ടയം ലോക്സഭാ മണ്ഡലത്തിനോട് തന്നെ ചേർന്നുള്ള പത്തനംതിട്ടയിലും മാവേലിക്കരയും അതുകൂടാതെ ഇടുക്കി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അതെപ്പോഴും UDFന് മിക്കവാറും നമുക്ക് കാണാൻ കഴിയുന്ന UDFനോടൊപ്പമാണ്. പക്ഷെ അവിടെ അട്ടിമറി വിജയം അവിടെ LDFനുണ്ടാകും. മാത്രമല്ല, ചാലക്കുടി പോലുള്ള പ്രദേശങ്ങളിൽ പോലും LDFന് വലിയൊരു വിജയം ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അല്ല, അതിന് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് അത് LDFലാണ്. LDF അതുപോലെ തന്നെ CPM അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കും. അല്ല, ഈ നിലപാടും കാര്യങ്ങളും പാർട്ടിക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട്, വ്യക്തമായ ഒരു ധാരണയുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് LDFലാണ്. അത് പബ്ലിക്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. ആയിരിക്കാം ചില മാധ്യമങ്ങളിൽ പുറത്തേക്ക് ചില അവരുടെ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. വ്യക്തമായ അഭിപ്രായം കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട്, വ്യക്തമായ അഭിപ്രായം അതിനകത്ത് ധാരണയുണ്ട്, വ്യക്തമായ നിലപാടും കേരള കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതുമാത്രമല്ല, CPMഉം LDFും ഉചിതമായ തീരുമാനം എടുക്കും എന്നുള്ളതും ഞങ്ങൾക്കറിയാം. പക്ഷെ ഈ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടതും അതിന്റെ കാര്യങ്ങൾ അറിയിക്കേണ്ടതും LDFലാണ്. അത് LDFൽ ആയിരിക്കും. അല്ലല്ല, അത് ഞാൻ പറയുന്നല്ലോ. അത് ഉചിതമായ തീരുമാനം അത് CPMനും അറിയാം, അത് LDFനും അറിയാം. ഉചിതമായ തീരുമാനങ്ങൾ, ആ തീരുമാനം ഒക്കെ എടുക്കേണ്ടതും LDFലാണ്. അത് പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. അതാണ് ആ ചർച്ചകളും ആ ചോദ്യത്തിന് ഉത്തരവും പബ്ലിക്കായിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ശൈലിയില്ല. ഞങ്ങൾ അത് ഉചിതമായ സ്ഥലത്തുണ്ട്. അത് ചില ചാനലുകൾക്കൊക്കെ ഭയം കാണും, ഞങ്ങൾക്കില്ല ഭയം. അതേ നിലയിൽ തന്നെ, അതായത് മുന്നണിയുടെ കെട്ടുറപ്പ് എന്ന നിലയിൽ അതിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. മുന്നണിക്ക് കെട്ടുറപ്പ് പോകാതെ തരത്തിൽ നയപരമായിട്ട് തീരുമാനമെടുക്കാൻ കേരള കോൺഗ്രസിന് കഴിവുണ്ട്. അതനുസരിച്ച് പൊക്കോളാം. അത് വഴിയൊരുക്കി. അല്ല, ഞാൻ സൂചിപ്പിച്ചതല്ലോ, ഇതിനെല്ലാം ഈ LDFന്റെ യോഗങ്ങളിൽ അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പബ്ലിക്കായിട്ടുള്ള ചർച്ച ചെയ്യേണ്ടത്. അത് LDFനും CPMനും അറിയാം, ഉചിതമായ തീരുമാനമെടുക്കും.
അപ്പോൾ ആ സീറ്റാണ് ഇപ്പോൾ വീണ്ടും ഒരു വാക്കൻസി ആയിട്ട് വരുന്നത്. അതുകൊണ്ട് ഒരു ക്ലെയിം ഉന്നയിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ക്ലെയിമും ഇതൊന്നും അല്ലല്ലോ. ഈ കാര്യങ്ങൾ ഒരു പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. മാധ്യമ ചർച്ചകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് കേരള കോൺഗ്രസ് ആ ചർച്ചയിൽ ഉൾപ്പെടണം എന്നുള്ളത് വേണമെന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഇത് വീണ്ടും പബ്ലിക്കായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇവിടെ രാജ്യത്തിന്റെ വിഷയം കിടക്കുന്നു. തെരഞ്ഞെടുപ്പ് നമ്മുടെ ദേശീയ തലത്തിൽ നടക്കുന്നു. വലിയ വിപ്ലവം നടക്കുന്നു. അവിടെ ഇന്ത്യയുടെ ഭരണം മാറാൻ പോകുന്നു. അതെ, അപ്പൊ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി ഒരു നിർണായക ഒരു പാർട്ടിയായി കേരള സംസ്ഥാനത്തും ദേശീയ തലത്തും നിലനിൽക്കും. അതിനപ്പുറത്തേക്ക് പറയാറില്ല. അത് അങ്ങനെയാണോ നിങ്ങളുടെ? ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യങ്ങൾ ഞങ്ങൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട LDFിലാണ് ചർച്ച ചെയ്യേണ്ടത്. അത് ഞങ്ങൾ LDFിൽ ചർച്ച ചെയ്യും. ഒന്ന്, ഇത് ഉചിതമായ തീരുമാനം CPM-ഉം LDF എടുക്കും. സ്വകാര്യമായിട്ട് പല കാര്യങ്ങളും പറയാം. രാജ്യസഭാ സീറ്റ് വിഷയം ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ചർച്ചയായില്ല എന്നാണ് ജോസ് കെ മാണി പറയുന്നത്. അത് ഉചിതമായ സമയത്ത് ഉചിതമായ വേദിയിൽ, അതായത് LDF യോഗത്തിലാകും അത് ചർച്ചയ്ക്ക് കൊണ്ടുവരിക എന്നാണ് ഇപ്പോൾ ജോസ് കെ മാണി പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തൽ അതുകൂടി നടന്നിട്ടുണ്ട് യോഗത്തിൽ. കോട്ടയത്ത് LDFന് വിജയമുണ്ടാകും, ചാലക്കുടിയിൽ ഉൾപ്പെടെ വലിയ വിജയം നേടാൻ കഴിയുമെന്ന പ്രത്യാശ അതുകൂടി അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. തിരികെ ഇന്ന് സംഭവിച്ചതിലേക്ക്. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഇന്നലെ മാതൃദിനമായിരുന്നു. മാതൃദിനത്തിൽ കൗതുകമായി ഗർഭിണികളുടെ റാമ്പ് വാക്കും ഫാഷൻ ഷോയും മോം സൂൺ എന്ന പേരിലാണ് തലസ്ഥാനത്ത് വേറിട്ട പരിപാടി നടന്നത്. മാതൃത്വത്തെ സന്തോഷകരമായ രീതിയിൽ പരിപാലിക്കാം. മാതൃത്വമെന്ന പകരം വയ്ക്കാനാകാത്ത സൗന്ദര്യത്തെ ആദരിക്കാം. അമ്മയാകാൻ ഒരുങ്ങുന്ന സുന്ദരിമാർ തിരുവനന്തപുരം ലുലു മാളിലും കൊച്ചി കിൻഡർ ഹോസ്പിറ്റൽ നടത്തിയ ഷോയിലും ഫാഷൻ റാമ്പിൽ ചുവട് വെച്ച് നൽകിയ സന്ദേശം അതായിരുന്നു. ലുലു മാളിൽ നടന്ന പരിപാടിയിൽ റാമ്പിലൂടെ നടന്ന് ഗർഭധാരണത്തിന്റെ സന്തോഷം ഓരോരുത്തരും ആഘോഷിച്ചു. 2 റൗണ്ടുകളിലായി പരമ്പരാഗത വേഷത്തിലും പാശ്ചാത്യ വസ്ത്രങ്ങൾ ധരിച്ചും ഗർഭിണികളായ 12 പേരാണ് ഫാഷൻ ഷോയിൽ അണിനിരുന്നത്. ഗർഭിണികളുടെ മനസ്സും ശരീരവും ആത്മാവും പരിപോഷിപ്പിച്ച് അവർക്ക് സന്തോഷവും ആരോഗ്യവും നൽകുക എന്ന ലക്ഷ്യത്തോടെ കിംസ് ഹെൽത്തുമായി സഹകരിച്ചാണ് ലുലു മാൾ ഫാഷൻ ഷോ സംഘടിപ്പിച്ചത്. കൊച്ചിയിൽ കിൻഡർ ഹോസ്പിറ്റലും KLF നിർമ്മൽ കോൾഡ് പ്രസ് കോക്കനട്ട് ഓയിലും സംയുക്തമായി സംഘടിപ്പിച്ച ഫാഷൻ ഷോയിൽ നടി അമല പോൾ മുഖ്യാതിഥിയായി എത്തി. ഷോയിൽ മികവ് പുലർത്തിയവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. മാതൃദിനത്തിൽ ഗർഭധാരണത്തിന്റെ സൗന്ദര്യവും സന്തോഷവും റാമ്പിൽ ആഘോഷിക്കാൻ കഴിഞ്ഞതിന്റെ ത്രില്ലിലായിരുന്നു എല്ലാവരും. ഈ ഒരു ഷോയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം പ്രൗഡായിട്ട് നിൽക്കുകയാണ്. കാരണം ഇത്രയും ഡിഫിക്കൽട്ടീസ് ഒക്കെ സ്ട്രൈവ് ചെയ്ത് മുന്നോട്ട് വന്നെങ്കിലും ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. Actually, I'm so excited and I'm so thrilled to be part of this celebration of motherhood and style. Actually, today is not just about fashion. It's all about the love, the strength and the resilience that mothers embody every single day. പരിപാടിയിൽ മക്കളുമായി അമ്മമാർ റാമ്പിലെത്തിയതും കൗതുകമായി. 24 തിരുവനന്തപുരം. ഇന്ന് സംഭവിച്ചത് അവസാനിക്കുന്നു.